പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലയ. ഞാൻ തൃശ്ശൂർ മണ്ണുത്തിയിൽ നിന്ന് വരുന്നു. ഇടവക മണ്ണുത്തി സെൻറ്റ് ആൻ്റണീസ് ചർച്ച് മണ്ണുത്തിയാണ് എൻ്റെ ഇടവക. ഞാൻ 2023 ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. 2023 ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനം മാറുവാനായിട്ട്. ആൾക്ക് IELTS എക്സാം പാസ്സാവാനായി ഞാൻ നിയോഗം വെച്ചിരുന്നത് വിദേശത്തൊരു ജോലി കിട്ടാനായിട്ട്. ഈ 3 ഉടമ്പടിയിൽ നടന്ന കാര്യങ്ങളും മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. അത് ഞാൻ 2025 ഓഗസ്റ്റിൽ ഇവിടെ സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നു. ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. ഞാനൊരു നേഴ്സാണ്. 2006 പാസ് ഔട്ടായതാണ് ഞാൻ. അതായത് ഏകദേശം ഒരു 20 വർഷം എക്സ്പീരിയൻസ് ആയി എനിക്ക്. ഞാൻ ആ 2006 മുതൽ പുറത്തേക്ക് പോകാനായിട്ട് വളരെയധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് തവണ ഒരുപാട് ഏജൻസികളിൽ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു. അതിനായിട്ട് ഒരുപാട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഒന്നും നടന്നില്ല. എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും പകുതി വഴിയാകുമ്പോഴേക്കും ഒന്നും നടക്കാതെ പോവുകയായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ആ ആഗ്രഹം ഉപേക്ഷിച്ചു. കല്യാണം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് 4 വർഷത്തിന് മുൻപ് മാൾട്ടയിലേക്ക് പോയി. അപ്പോൾ വീണ്ടും ഞാൻ ആഗ്രഹം വീണ്ടും പൊടിത്തട്ടിയെടുത്തു. ഞാനും പറഞ്ഞു എനിക്കും പുറത്തേക്ക് പോകണം, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ നിൽക്കണം. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ മെറിറ്റ് 0 കാരണം 20 വർഷമായി പഠിച്ചതൊന്നും ഓർമ്മയില്ല, ഒരു കാര്യങ്ങളും എൻ്റെ കയ്യിലില്ല, ഒക്കെ മാതാവിന് ഞാൻ വിട്ടുതരുവാണ്. 0 മെറിറ്റാണ്. നമ്മുടെ ഇവിടെ പറയണത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അതിൽ മാത്രം വിശ്വസിച്ച് ഞാൻ ഡിസംബറിൽ ഇവിടെ എൻ്റെ ഉടമ്പടി 6ാമത്തെ ഉടമ്പടി പുതുക്കാൻ നേരം ഞാൻ നിയോഗം വെച്ചത്, മാതാവേ എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി എനിക്കത് നടത്തി തരണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ നിയോഗം വെച്ചിരുന്നത്. ഞാൻ ഏജൻസി കൊണ്ട് ഇവിടെ എൻ്റെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊണ്ട് ഞാൻ ഏജൻസിയിൽ കൊടുത്തു. അവിടെ അവർ സ്റ്റാർട്ട് ചെയ്തു. അവർ പറഞ്ഞു 3 ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. 3 ഇൻ്റർവ്യൂ നല്ല ടഫായിരിക്കും. കാരണം ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലോട്ടൊന്നും നേഴ്സുമാരെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ഒക്കെ നല്ല ടഫായിരിക്കും. ചേച്ചി നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്തോളാൻ എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ മാതാവിനോട് പറഞ്ഞു, എന്ത് പ്രിപ്പയർ ചെയ്യാനാ മാതാവേ, ഒന്നും അറിയില്ല, ഒരു കാര്യങ്ങളും അറിയില്ല, നിൻ്റെ കയ്യിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും തരുന്നത് എന്ന് മാതാവിനെ പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ ഇവിടെ അച്ഛൻ പറയാറുള്ളത് പോലെ മാതാവിനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സുഹൃതജപം പോലെ പറയായിരുന്നു, മാതാവേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് സുഹൃതജപം പോലെ ഞാൻ ചെല്ലുമായിരുന്നു. എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഡേറ്റ് വന്നു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ഉപ്പ് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയിരുന്നു. ഉപ്പ് ഞാൻ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. അവിടെ ഞാൻ ആ മേശപ്പുറത്ത് ഉപ്പിട്ടു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരുന്നു. അവരെന്നോട് ഇൻ്റർവ്യൂ ചോദിച്ചു. എന്തൊക്കെയോ എനിക്ക് മനസ്സിലായി. ഒക്കെ ഇംഗ്ലീഷിലാണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. അപ്പോൾ നമുക്ക് പകുതി മനസ്സിലാവും, പകുതി മനസ്സിലാവില്ല. മനസ്സിലായതിനൊക്കെ ആൻസർ പറഞ്ഞു. ബാക്കി ഞാൻ മാതാവിനോട് പറഞ്ഞു, എപ്പോഴും കാശിരൂപം, ഉടമ്പടി കാശിരൂപം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവേ ശക്തി തരണേ, എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ പറയാൻ എന്നെ അനുവദിക്കണേ എന്ന് പറഞ്ഞു. ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു. അന്ന് തന്നെ വൈകുന്നേരം എനിക്ക് ഇൻ്റർവ്യൂ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഒന്നും അറിയാൻ പാടില്ലാണ്ട് പോയിരുന്നതാണ്, മാതാവ് എന്നെ ആ ഇൻ്റർവ്യൂ പാസ്സാക്കി തന്നു. അതുപോലെ തന്നെ 2ാമത്തെ ഇൻ്റർവ്യൂ കുറച്ചുകൂടി പറഞ്ഞതുപോലെ ഇത്തിരി കൂടി ബുദ്ധിമുട്ടാണ്. അപ്പം നേഴ്സിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. 20 വർഷത്തെ ഗ്യാപ്പ്, ഒന്നും കയ്യിലില്ല. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഒന്നും അറിയില്ല, നീ തന്നെ ഇതിനകത്ത് ഇടപെടണം എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ എങ്ങനെയായിരുന്നോ, തൈലം ഉപയോഗിച്ച് കുരിശ് വരച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, ഉപ്പ് ഞാൻ ഓൺലൈനിൽ ഇൻ്റർവ്യൂവിന് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കാശിരൂപം കയ്യിൽ പിടിച്ച് ഇൻ്റർവ്യൂവിനിരുന്നു. ഇൻ്റർവ്യൂർ പക്ഷേ ഭയങ്കര ഒരു ഫ്രണ്ട്ലി രീതിയിലായിരുന്നു അവർ വർത്തമാനം പറഞ്ഞിരുന്നത്. എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി രീതിയിൽ ഞാൻ ആൻസർ പറയാത്തതിനൊക്കെ അവരെന്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുവാണ്. അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ച് അവർ എനിക്ക് ആദ്യം ഞാൻ ഭയങ്കര ടെൻഷനിലിരുന്നു. പക്ഷേ ലാസ്റ്റ് തീർന്നപ്പോഴേക്കും നല്ല സമാധാനമായിട്ടായിരുന്നു ഞാൻ. ഇതിലും ഈ പറയണ പോലെ എല്ലാത്തിനും ആൻസർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതിനൊക്കെയോ ആൻസർ ചെയ്തു, കുറച്ച് ആൻസർ ഒന്നും ചെയ്തില്ല. ആ ഇൻ്റർവ്യൂ മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു. 3ാമത്തെ ഇൻ്റർവ്യൂ VFS ഇൻ്റർവ്യൂ ആണ്. നമ്മളുടെ
വിസ പ്രോസസ്സിങ് അത് എന്നോട് ഏജൻസിക്കാർ തന്നെ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചേച്ചി. കാരണം അവർ വളരെ നിസ്സാരമായ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്ന ചെറിയൊരു കാര്യങ്ങൾക്ക് പോലും വിസ റിജക്റ്റ് ആവുകയാണ്. കാരണം ആക്ച്വലി അവർക്ക് അവിടേക്ക് ആൾക്കാരെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു മിസ്റ്റേക്കിന് പോലും അവർ വിസ റിജക്ഷനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചേച്ചി ഒരുപാട് ശ്രദ്ധിക്കണം. അവർ പറയണത് ഓരോ കാര്യങ്ങളും കേട്ടിരിക്കണം. ഒരു രീതിയിലും നമ്മളുടെ നെറ്റ് കട്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പോഴും ഞാൻ മാതാവിന് കൊടുത്തു. മാതാവേ, എനിക്കൊന്നും അറിയില്ല, മാതാവിൻ്റെ കയ്യിലാണ് ഞാൻ ഇതെല്ലാം തരുന്നത്. വിസ ഇൻ്റർവ്യൂ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയണു. എനിക്കൊന്നുമേ അറിയില്ല. ഈ പറഞ്ഞതുപോലെ ഒന്നുമല്ല ഇൻ്റർവ്യൂ എന്നാണ് പറയണത്. ഞാൻ വെയിറ്റ് ചെയ്തു. 1 മാസത്തിനുള്ളിൽ വിസ ഇൻ്റർവ്യൂ വരുമെന്നാണ് പറഞ്ഞത്. അതിനിടയ്ക്ക് പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ചേച്ചി വിസ ഇൻ്റർവ്യൂ റിജക്റ്റായി, അപ്പോൾ റിജക്റ്റായി, പാസ്പോർട്ട് റിജക്റ്റായി എന്ന് പറയുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇൻ്റർവ്യൂ വന്നിട്ടില്ല, എനിക്ക് ഇൻ്റർവ്യൂ വരാനിരിക്കുകയാണ്, ഞാൻ എന്ത് പറയുമെന്ന് മാതാവിനോട് എന്നും ഞാൻ ഇങ്ങനെ ചോദിക്കും. കൂട്ടത്തിൽ തന്നെ ഈ പറയുന്നത് പോലെ പ്രത്യക്ഷീണത്തിനെ സാക്ഷിയാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥന ഇങ്ങനെ ഇടവിടാതെ ചൊല്ലിക്കൊണ്ടിരുന്നു. 1 മാസം കഴിഞ്ഞു, 1.5 മാസം കഴിഞ്ഞു, എനിക്ക് വിസ ഇൻ്റർവ്യൂ വരണില്ല. അതിനിടയ്ക്ക് ഏജൻസിക്കാർ പറഞ്ഞു, നമ്മൾ ഒരു കെട്ട് എൻ്റെ പേപ്പറുകൾ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, അതിലെന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും അവർ വിസ റിജക്റ്റ് ആക്കും. അവിടെ ചോദ്യമോ പറച്ചിലൊന്നുമില്ല, എന്ത് കാര്യത്തിനാണ് വിസ റിജക്റ്റ് ആയത് എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. വിസ റിജക്റ്റ് എന്ന് പറഞ്ഞ് നമുക്കിവിടെ വരും. ഒന്നുകിൽ ഇൻ്റർവ്യൂ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും വിസ റിജക്ഷൻ, അതല്ല ഇനി സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും വിസ റിജക്ഷൻ. അപ്പോൾ റിജക്ഷൻ എന്തായാലും ഉറപ്പാണല്ലേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനെ വിളിച്ചിരുന്നു. 1 മാസം കഴിഞ്ഞു, 1.5 മാസം കഴിഞ്ഞു, എനിക്കൊരു അനക്കവും വരണില്ല. 1.5 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അയച്ച സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്കറിയില്ല, എനിക്കറിയാവുന്ന രീതിയിലൊക്കെയുള്ള രീതിയിൽ ഞാൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കറക്റ്റായിട്ടാണ് അയച്ചിരിക്കുന്നത്, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളൊരു സർട്ടിഫിക്കറ്റ് അയച്ചിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ തുറന്ന് നോക്കുമ്പോൾ എൻ്റെ വിസ ഇൻ്റർവ്യൂ ഇല്ലാണ്ട് തന്നെ വിസ അവരടിച്ച് വന്നതായിരുന്നു അവരെനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ഇല്ലാണ്ട് തന്നെ വിസ എനിക്ക് വന്നു. ഈ ജൂലൈ 2nd വീക്കിൽ ഞാൻ മാൾട്ടയിലേക്ക് പോവുകയാണ്. അപ്പം ഇതിനകത്ത് ഞാൻ പറയണത് 0 മെറിറ്റിൽ പക്ഷേ ഗ്രേസിൽ മാത്രം നടന്ന വലിയൊരു അത്ഭുതമാണിത്. ഏറ്റവും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സമയ ചുരുക്കം. 20 വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം ഡിസംബറിലാണ് ഞാൻ എൻ്റെ പേപ്പർ വെച്ചത്. മെയ് 29-ന് എനിക്ക് വിസ വന്നു. അതായത് 5 മാസം 6 മാസം ആവുന്നതേ ഉള്ളൂ. അതിനു മുൻപേ തന്നെ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ഈ സമയ ചുരുക്കത്തിൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷിയാക്കി മാതാവിനെ മാറ്റി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയണു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത്, ഞാൻ നേഴ്സ് ആയതുകൊണ്ട് തന്നെ എൻ്റെ പേഷ്യൻസിനും പിന്നെ ബൈസ്റ്റാൻഡേഴ്സിനും ഒക്കെ ഞാൻ നമ്മളുടെ പത്രം കൊണ്ടുപോയി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് അവർക്ക് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. എൻ്റെ അയൽപ്പക്കത്തെ വീടുകളിൽ കൊടുക്കുമായിരുന്നു, പള്ളികളിൽ കൊടുക്കുമായിരുന്നു. അവിടെയെല്ലാം ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയണതും ഇതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, ഒരുപാട് പാവപ്പെട്ട പേഷ്യൻസ് ഉണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും, അത് സാമ്പത്തികമാണെങ്കിലും അല്ലാതാണെങ്കിലും എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ആത്മീയമായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് സാധിക്കാവുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കുർബാന കൂടും. കുടുംബ പ്രാർത്ഥന മുടക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. ജപമാല ഞാൻ മുടക്കാറില്ല. അങ്ങനെ ഉടമ്പടിയിൽ എന്നെക്കൊണ്ട് ഏറ്റവും ബൈബിൾ വായന മുടക്കാറില്ല. 1/2 മണിക്കൂർ നമ്മുടെ പറയുന്ന അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളിലെയും അച്ഛൻ്റെ ധ്യാനം അത് കറക്റ്റായിട്ട് തന്നെ കൂടുമായിരുന്നു. നമ്മുടെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന അത് മുടക്കാറില്ല. 5:30 തന്നെ അത് ചെയ്യുമായിരുന്നു. അങ്ങനെ ഏറ്റവും പറ്റുന്ന രീതിയിൽ മാക്സിമം ആയിട്ട് തന്നെ ഉടമ്പടിയിൽ നിലനിന്ന് പോകാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അനുഗ്രഹമാണ് ഈ ഏറ്റവും സമയ ചുരുക്കത്തിനുള്ളിൽ എനിക്ക് ഈ അനുഗ്രഹം മാതാവ് തന്നത്. കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ 7ാമത്തെ ഉടമ്പടിയാണ് ഇപ്പോൾ പുതുക്കണത്. ഉടമ്പടി ഈ 7 തവണയും പുതുക്കിയത് ഞാൻ എൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ഉടമ്പടി പുതുക്കി നമ്മൾ ആ ഉടമ്പടി ജീവിതത്തിൽ വെക്കുമ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്കത് നേരിടാം എന്നുള്ളൊരു ഭയങ്കര ഒരു ധൈര്യമാണ് നമുക്ക് ഉടമ്പടി തരുന്നത്. ഞാൻ എൻ്റെ 7 ഉടമ്പടിയിൽ ഇപ്പം ലാസ്റ്റ് 6ാമത്തെ ഉടമ്പടിയാണ് ഈ നിയോഗം വെച്ച് പറഞ്ഞത്. അതിന് മുന്നത്തെ കുറച്ച് ഉടമ്പടികളൊക്കെ എനിക്ക് ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ വല്ലാത്തൊരു ധൈര്യമാണ് എല്ലാ കാര്യങ്ങൾക്കും വരുന്നത്. ഇനി അവിടെ പോയി കഴിഞ്ഞാലും ഉടമ്പടിയിൽ തന്നെ പുതുക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ തന്നെയും ഉടമ്പടി ജീവിതത്തിൽ തന്നെ നിലനിന്ന് മുന്നോട്ട് പോകണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം സുഗന്ധാഭിഷേകമായിട്ട് വരാറുണ്ടായിരുന്നു. ഞങ്ങളൊരു അഖണ്ഡ ജപമാല അതിനകത്ത് ഞാൻ പോയിരുന്നു. അപ്പോഴ് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് മഴവില്ലായിട്ട് എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ മാതാവിൻ്റെ സാന്നിധ്യവും എല്ലാ കാര്യങ്ങളിലും മാതാവ് വളരെ അനുഗ്രഹമായ രീതിയിലാണ് എന്നെ നടത്തിക്കൊണ്ടിരുന്നത്. മാതാവിനും തിരുക്കുമാരനും 1000 അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.